ഈ പാതിരാത്രി ഞാനും ഉണ്ണിയൂടെ എങ്ങാട്ട് പോകുന്നായിരിക്കും നിങ്ങിപ്പോ ചിന്തിക്കണം. വേറെങ്ങുമല്ല, ഇപ്പൊ ഞങ്ങൾ നേരെ പോയിക്കൊണ്ടിരിക്കണത് ആലുവ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ്. എന്തിനാണെന്നറിയോ? പഴനിയിലോട്ട് പോവാൻ. പഴനിമല ആണ്ടവനേ മുരുഹ. എനിക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല, ഞാൻ പിന്നെ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാന്ന് കരുതി ഞങ്ങൾ സമ്മതിച്ചു. അനിയത്തിക്ക് ഭയങ്കര നിർബന്ധം വരുന്നു. നമ്മുടെ ഫിലിപ്പോസിന് ഒരു വയസ്സ് കഴിഞ്ഞ് കഴിയുമ്പോ നേരെ പഴനിയിൽ കൊണ്ടുപോയി തലമുട്ടടിക്കണമെന്നുള്ളു. അപ്പൊ ഞാനും എന്നാ പിന്നെ ഒരു വീഡിയോ കണ്ടന്റ് കിട്ടട്ടെ എന്ന് കരുതി ഞാനും കൂടെ കൂടി. അങ്ങനെ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് നേരെ നമ്മ പഴനിക്കുള്ള ടിക്കറ്റ് നോക്കി. 1:04 ടിക്കറ്റ് വെളുപ്പിന്. അപ്പൊ വെളുപ്പിന് ടിക്കറ്റ് കിട്ടിയത് കൊണ്ട് തന്നെ അച്ഛനും അമ്മയും ഞാനും എൻ്റെ ഭാര്യയും അമ്മൂസും ജോജിയും പീലിയും കൂടി ആലുവയിലുള്ള എൻ്റെ ആന്റിയുടെ വീട്ടിലായിരുന്നു. അപ്പൊ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിഞ്ഞ് രാത്രി ഒരു 12:30 കഴിഞ്ഞപ്പോ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പൊ അവിടെ നിന്ന് വന്നാലേ കറക്റ്റ് നമുക്ക് 1 മണിയുടെ ട്രെയിൻ പിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാനും ഉണ്ണിയും ബൈക്കിന് നേരെ ഇങ്ങോട്ട് പോന്നു. ജോജിയും അമ്മൂസും ബൈക്കിന് പോന്നു. പിന്നെ അച്ഛനും അമ്മയും പീലിയും കൂടി ബാബുകളുടെ ഓട്ടോറിക്ഷ കയറി നേരെ ഇങ്ങോട്ട് പോന്നു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പതുക്കെ വീഡിയോ ഒക്കെ എടുത്ത് വന്നതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയും ആദ്യം തന്നെ ഇവിടെ എത്തി. ഞാനും ജോജിയും അമ്മൂസും ഉണ്ണിയും ഒരുമിച്ചാണ് വന്നത്. കണ്ട, അപ്പൊ എല്ലാരും കൂടി ഇവിടെ ഇരുന്ന് ചർച്ചയിലാണ്. പഴനിയിൽ പോണ എക്സൈറ്റ്മെന്റിൽ എല്ലാരും നിൽക്കണം. കണ്ട, അപ്പൊ ആ സമയത്താണ് ഒരു ചായ കുടിച്ചളയാന്ന് പറഞ്ഞ് ജോജി അങ്ങോട്ട് വിളിക്കുന്നത്. അപ്പൊ ഞാനും ഉണ്ണിയും കൂടെ പോയി. എന്തായാലും മഴയും കാര്യങ്ങളൊക്കെയാണല്ലോ, ചൂട് ചായ കുടിച്ചിട്ട് തന്നെ നമ്മുടെ ആദ്യത്തെ യാത്രയെന്ന് അങ്ങോട്ട് കയറി. പിന്നെ ട്രൈപ്പോഡിലെ സെൽഫി സ്റ്റിക്ക് ഓണാക്കി മൊബൈലും വെച്ച് 2 കറക്കവും കറങ്ങി വേറെ സെൽഫി ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നേരെ വന്ന് ചായ വാങ്ങിച്ച് ചായ കുടിച്ചു. ആ തണുപ്പത്ത്, അതായത് മഴയൊക്കെ കൊണ്ടൊക്കെയാണല്ലോ, തണുപ്പത്ത് ആ ചൂടൻ ചായ കുടിച്ചപ്പോ എന്ത് സുഖം. ആ ചൂട് ചായ കുടിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ കൂട്ടുകാരൻ അജിലിനെ ആലോചിക്കും. അവനുണ്ടായിരുന്നു ഇപ്പൊ ഒരു 10 ചായ ഇടുന്ന് കുടിക്കാൻ. പിന്നെ പോണതിന് മുന്നോടിയായിട്ട് എല്ലാരും കൂടി അടങ്ങിയിരിക്കുന്ന ഒരു സെൽഫി വീഡിയോവും ഞാൻ എൻ്റെ ക്യാമറയിൽ പകർത്താൻ മറന്നില്ല. റെയിൽവേ സ്റ്റേഷനിൽ ആദ്യമായിട്ട് വന്നുകൊണ്ട് തന്നെ പീലിക്ക് ട്രെയിൻ ഒരു അത്ഭുതം തന്നെയായിരുന്നു. അവൻ അവിടെ നിന്ന് ലോക്കൽ ട്രെയിനൊക്കെ പോണ സമയത്ത് അവിടെ നിന്ന് കൈകൊട്ടിച്ചിരിക്കണ്. അത് കണ്ടെന്നൊക്കെ വിളിച്ച് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചോണ്ടിരിക്കും. സൂം ചെയ്തെടുത്തപ്പോ ആള് ക്യാമറയിൽ നോക്കണ്ട. ലാസ്റ്റ് ഒന്ന് നോക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോ ഒരു ചെറിയ ചിരിന്ന് ഒന്നുണ്ട് ആളങ്ങട് തിരിഞ്ഞു. കണ്ട, ശ്രദ്ധിച്ചു നോക്കിയ നിങ്ങൾ. ആക്ക് പല്ല് വന്നുകൊണ്ട് തന്നെ ഇപ്പൊ ചിരിക്കുമ്പോ കംപ്ലീറ്റ് പല്ലും കാണിച്ചാൽ നമ്മൾ ചിരിക്കണം. കൃത്യനിഷ്ഠ എന്ന് പറഞ്ഞാൽ ഇതാണ് കൃത്യനിഷ്ഠ. 5 മിനിറ്റ് വൈകിട്ട് അമൃത എക്സ്പ്രസ് നമ്മളെ കൊണ്ടുപോകാൻ വന്നു. അങ്ങനെ അമൃത എക്സ്പ്രസിന്റെ SIT ബോഗിയിലാണ് നമ്മൾ കയറേണ്ടത്. അപ്പൊ അവിടെ നിന്നുകൊണ്ടും നേരെ ട്രെയിനിലേക്ക് കയറി. സ്ലീപ്പർ ആയതുകൊണ്ട് തന്നെ നമ്മ ബുക്ക് ചെയ്തുകൊണ്ടും കിടന്നു പോകാനുള്ള സൗകര്യം അതിലുണ്ടായിരുന്നു. പിന്നെ നമ്മ കണ്ണ് തുറന്നപ്പോ കാണുന്ന രംഗമാണ് കണ്ട. ചെന്ന് കയറിയപ്പോ തന്നെ അങ്ങോട്ട് കിടന്നുറങ്ങി. കാരണം 6 മണിയൊക്കെ ആകുമ്പോഴേക്കും പഴനി എത്തും. അപ്പൊ ആ സമയം കൊണ്ട് നന്നായിട്ടൊന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ റൂമിൽ ചെന്നാൽ വലിയ ക്ഷീണം ഉണ്ടാവില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ ഒരു സീനറി കണ്ട് ഞാൻ എണീക്കണം. ഞാൻ കണ്ണു തുറന്നു. എവിടെ എത്തിയെന്നറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി നോക്കിയപ്പോ ഈ സീൻ കാണാം. അപ്പൊ തന്നെ ഞാൻ എന്റെ ക്യാമറ ഉടച്ച് സംഭവം അങ്ങോട്ട് പകർത്തി. നല്ല രസമില്ല ആ മേഘം കാണാൻ. വാവ്, നൈസ്. പിന്നെ പണ്ട് മുതലേ തമിഴ്നാട്ടിലേക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോ മൊത്തത്തിൽ ഒരു ഗൃഹാതുരത്വം അടങ്ങിയ ഒരു ഗ്രാമീണ സൗന്ദര്യം എനിക്ക് കാണാൻ പറ്റാറുണ്ട് എപ്പോഴും. ഇത് കണ്ട, ഇപ്പൊ ഞാൻ എത്തിയേക്കണെന്ന് വെച്ചാൽ വിൻഡ് മില്ലി നിറഞ്ഞൊരു ഫാമിന്റെ അടുത്താണ്. നല്ല രസമില്ലേ കാണാൻ. ചുറ്റും നല്ലൊരു ഭംഗിയായിരുന്നു അതിന്. അങ്ങനെ ഇങ്ങനെ മലയാള സാഹിത്യവൽക്കരിച്ച് പറയാനായിട്ട് അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പെട്ടു. പക്ഷെ നല്ല രസമായിരുന്നു ആ വിൻഡ് മില്ല് കാണാനായിട്ട്. അപ്പോഴേക്കും നമ്മുടെ പീലി എണീറ്റ്. പിന്നെ ആളുടെ കലവില്ല സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കണ്ട, ഈ ട്രെയിനിന്റെ ശബ്ദവും പുറത്തെ ഭംഗിയെ കണ്ട് ഇങ്ങനെ അന്തം വിട്ട് കുന്തം പോയ പോലെ നോക്കിയിരിക്കുന്നു. പിന്നെ കുറച്ചു നേരം അവന്റെ കലവിലേക്ക് എടുക്കണപ്പോ അവൻ തന്നെ ക്യാമറ നോക്കി ഒരു ചിരി തരും. കണ്ട, പല്ല് മൊത്തം കാണിച്ച ആള് ചിരിക്കുള്ളൂ. പിന്നെ നമ്മുടെ തമിഴ്നാടിന്റെ തനതായ സൗന്ദര്യം നമുക്ക് കാണാൻ കിട്ടി തുടങ്ങി. ചുറ്റും തെങ്ങുകൾ, മറ്റേ നൻപകൽ നേരത്ത് മയക്കം സിനിമയിലെ കൂട്ട് അവിടെയുള്ള ചെറിയ കൊച്ചു കൊച്ചു ഗ്രാമങ്ങൾ, കാടിന്റെ ഇടയിൽ പതുങ്ങിയിരുന്ന് തൂറുന്ന തമിഴന്മാർ. അതൊക്കെ ഒരു രസം തന്നെയായിരുന്നു. പിന്നെ അവിടുത്തെ പുഴയും ഈ ഗ്രാമങ്ങളുടെ ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പോകുന്ന സമയത്താണ് പാടങ്ങൾ കാണുന്നത്. തൊട്ട് താഴെ നോക്കിയപ്പോ അമ്മൂസും ജോലിയും അവിടെ അങ്ങോട്ട് ഇരുന്നു. അവിടെ അവരുടേതായ ലോകത്തിരുന്ന് സംസാരിക്കുന്നു. ക്യാമറ ഓണാണെന്ന് പറഞ്ഞാൽ തിരിഞ്ഞു നോക്കി ഒരു ടാറ്റയിൽ നിന്ന് ഒരു ഊള ചിരിഞ്ഞിരിച്ച അമ്മൂസ്.
അപ്പൊ പീലി സിംബുവിന്റെ കയ്യിൽ തുറച്ചു നോക്കിയിരിക്കടാ, നീ എന്റെ അച്ഛൻ്റെ നമ്മളെ ഫോട്ടോ എടുത്തല്ലേ പറഞ്ഞു. പിന്നെ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരങ്ങൾ പോയപ്പോ അവരുടെ പാടം, തെങ്ങും തോപ്പ്, ചെറിയ ചെറിയ ഗ്രാമങ്ങൾ, അതെല്ലാം കണ്ടുകൊണ്ട് പോകാൻ തന്നെ നല്ല രസമായിരുന്നു. പണ്ട് ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനെ അമ്പലക്കുടി കോയമ്പത്തൂര് ഒന്ന് വിട്ടപ്പോ ഇത് തന്നെയായിരുന്നു അവസ്ഥ. ചുറ്റും നോക്കിയപ്പോ തെങ്ങും തോട്ടവും കാര്യങ്ങളും. ഓ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. പിന്നെ സിംബുവിന്റെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ ഫ്രണ്ട് ക്യാം ഓണാക്കി ഹീലിനെ കൊണ്ട് ഒരു സെൽഫി അങ്ങനെ എടുത്തു. പിന്നെ പതുക്കെ അടുത്ത സ്റ്റേഷൻ എത്തിയപ്പോ ട്രെയിൻ വളരെ മന്ദം മന്ദം പോയിക്കൊണ്ടിരിക്കുക. ഒരു കോളേജ് ഗ്രൗണ്ടും പരിസരവും നമ്മിപ്പോ കണ്ടത്. ഇങ്ങനെ പതുക്കെ 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 പോയി ആ ട്രെയിൻ അവിടെ നിർത്തി. അപ്പോഴാണ് ഉണ്ണി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് അവിടെ മൂലക്ക് ഇരിക്കുന്നത്. എന്തോ നഷ്ടപ്പെട്ടു പോയ ചിന്താവിഷ്ടയായ ശ്യാമളയെ പോലെ അവൾ ആ പാടം നോക്കിയിരുന്നു. കണ്ടപ്പോ ഞാനും ആലോചിച്ചു, എന്താണ് അവ ആലോചിക്കുന്നത്? എന്തോ സീരിയസ് ആയിട്ട് ആലോചിക്കണായിരുന്നു. പിന്നെ ഞാനും അങ്ങനെ ഒരു പോസ്, എനിക്കും വേണം ആ പോസ് എന്നും പറഞ്ഞ് ഞാൻ ഞെരിഞ്ഞു നിന്ന് അപ്പുറത്തോട്ട് നോക്കി. ഞാൻ നോക്കിയപ്പോ ആദ്യം കണ്ട ഒരു പാവണ്ടാമ്മേനെ അവിടെ വിളിക്കിരിക്കണായിരുന്നു. ഞാൻ ആകെ അങ്ങോട്ട് ഇല്ലാണ്ടായി പോയി. യോഗമില്ല അമ്മണിയെ, പായ അങ്ങോട്ട് മുളക്കോളി. പിന്നെ കണ്ടത് വലിയൊരു പുഴയാണ്. ആ പുഴയുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഞാൻ ആ സൈഡ് സീറ്റിൽ തന്നെ ഇരുന്നു. പിന്നെ ചുറ്റും പാടങ്ങൾ. തമിഴന്മാരുടെ ഒരു ഭാഗ്യം, അവന്മാർക്ക് ഇഷ്ടം പോലെ പാടങ്ങളാണ്. ക്രിക്കറ്റ് കളിക്കാൻ ഇഷ്ടം പോലെ ഗ്രൗണ്ടുകൾ തമിഴ്നാട്ടിലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന ഗ്രൗണ്ടും സാധനങ്ങളൊന്നും ഇല്ലേ. ടർഫിലൊക്കെ പോയി കളിക്കേണ്ട അവസ്ഥയായി. ആകെ ഒരു പുഴരീകവും ഉണ്ട്, ഒരു ചെറിയ ഗ്രൗണ്ടും ഉണ്ട്. അങ്ങനെ ഉടുമൽപേട്ട സ്റ്റേഷനിലേക്ക് വന്നു തൊട്ടപ്പുറം ഡിണ്ടിക്കൽ. പിന്നെ അവിടുത്തെ ചെറിയ ചെറിയ കാഴ്ചകൾ, ഒരു ചെറിയ സ്കൂളാണ് നിങ്ങളെ കണ്ടത്. സ്കൂൾ, എനിക്ക് തോന്നുന്നു LP UP വല്ലതും ആയിരിക്കും. ആ സ്കൂളിന്റെ പരിസരത്തുള്ള ഗ്രൗണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടോ. ഓ നൈസ്, നല്ലൊരു ഭംഗി. നമ്മുടെ ഇവിടുത്തെ രാജഗിരി ഗ്രൗണ്ടിന്റെ ഒരു പ്രതീതി എനിക്ക് അതിൽ കിട്ടി. പിന്നെ ഞാൻ നേരം പറഞ്ഞുകൊണ്ട് നൻപകൽ നേരത്ത് മയക്കൽ സിനിമയിലെ പോലത്തെ അതേ സംഭവങ്ങൾ. ഇറങ്ങാൻ സ്റ്റോപ്പ് എത്തിയപ്പോ ഞങ്ങൾ എല്ലാരും കൂടി എണീറ്റ് ഒരു സെൽഫി ക്യാമിൽ അങ്ങോട്ട് ഓണാക്കി വീഡിയോ. ഓ നൈസ്. ഞാനുണ്ട്, അമ്മൂസുണ്ട്, ഉണ്ണിയുണ്ട്, അച്ഛനുണ്ട്, ജോലിയുണ്ട്, പീലിയുണ്ട്. അമ്മ ഉണ്ടായില്ല, അമ്മ അന്നേരം ബാഗൊക്കെ അവിടെ നിന്ന് എടുക്കണുണ്ടായിരുന്നു. അങ്ങനെ പഴനിയുടെ സ്റ്റേഷനിൽ ആദ്യം ചാടിയിറങ്ങി ഞാൻ കാലുകുത്തി. ഉണ്ണിയേട്ടൻ ഫസ്റ്റ്. അങ്ങനെ ഞാൻ ആ സ്റ്റേഷന്റെ ചുറ്റും നൈസായിട്ടൊന്ന് കറങ്ങി. ആ പഴനിയുടെ വ്യൂ നമുക്ക് കിട്ടണ്ടേ. ഇതാണ് അവരുടെ മെയിൻ സ്റ്റേഷന്റെ ഓഫീസ്, പളനി. അങ്ങനെ എഴുതി വെച്ചേക്കണേ, നമുക്ക് ശരിക്കും കാണാം. പിന്നെ അവിടെ നിന്ന് നൈസായിട്ട് ചുറ്റുള്ള അവിടുത്തെ വെജ് റെസ്റ്റോറന്റിലേക്ക് ഞാൻ ഒന്ന് സൂം ചെയ്തു. പക്ഷെ ഒന്നും കഴിച്ചില്ല, അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. മുരുകനെ കാണാൻ എന്തോരം പേരാണ്. അങ്ങനെ താഴത്തോട്ട് ഇറങ്ങിയപ്പോ ചുറ്റും നിരത്തിയിട്ടേക്കണ ഓട്ടോറിക്ഷ. ഇവിടെ എല്ലാരും കള്ളന്മാരാണ്. കാരണം 1 കിലോമീറ്റർ പോണെങ്കിൽ 150 രൂപയാണ് എല്ലാവരുടെ അടുത്തുനിന്ന് ഉമ്മാര് റേറ്റ് പറയണം. 150 രൂപ ഉള്ളു, അവിടെ ഉള്ളത് ഇവിടെ ഉള്ളു, മറിച്ചാണെന്നൊക്കെയാണ് അവര് പറയണം. അങ്ങനെ കൂട്ടത്തിൽ ഒരു താടിക്കാരന്റെ ഓട്ടോറിക്ഷ നോക്കി ഞങ്ങൾ അങ്ങോട്ട് കയറി. ഒറ്റ ലുക്കിൽ കണ്ടാൽ മോദിയാണെന്ന് തോന്നും, പക്ഷെ അല്ല. അങ്ങനെ ആ ഓട്ടോ അവിടെ നിന്ന് മൂവ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് നമ്മുടെ പാണ്ടിപ്പടയിലെ കൂട്ടത്തെ ഇഷ്ടംപോലെ കുതിര വണ്ടികൾ ഞാൻ കാണാൻ. എന്ത് രസം. അങ്ങനെ നിറച്ച ആ കുതിര വണ്ടികളുടെ ഇടയിൽ കൂടി ഞങ്ങളുടെ ഓട്ടോ പതുക്കെ പതുക്കെ ചലിക്കാൻ തുടങ്ങി. അങ്ങനെ അതിന്റെ ഇടയിൽ കൂടി പുറത്തു വന്നപ്പോഴാണ് ഞങ്ങൾ മെയിൻ റോഡിലേക്ക് എത്തണം. മെയിൻ റോഡ് എത്തിയപ്പോ നല്ല രസം. അമ്പരചുംബികളായ ഒരുപാട് കെട്ടിടത്തിന്റെ ഏറ്റവും ടോപ്പില് പഴനിമല മുരുകന്റെ വീട് കണ്ട. അതാണ് സ്ഥലം. ശനി ഞായറും റൂമിൽ കിട്ടാൻ ഭയങ്കര പാടാണെന്ന് പറഞ്ഞ ആ ഓട്ടോക്കാരൻ കാട്ടുമാറാണ്ടി ഞങ്ങൾ ഈ റാം ലോഡ്ജിൽ കൊണ്ടുവന്നിറക്കി. ആ കാട്ടുകഴിവേറിക്ക് കമ്മീഷനുള്ള സ്ഥലം ഒരുങ്ങുന്നത് ഞങ്ങൾക്കത് മനസ്സിലായില്ല. ഞങ്ങൾ ആദ്യമേ തന്നെ കയറി റൂം കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി കയറി. ആകെ ഒരൊറ്റ റൂമുള്ളൂ മേഡം. ഇവിടെ 1500 രൂപയാണ് നമ്മളുടെ ഇവിടുത്തെ റൂമിന്റെ റെന്റ്. 3ാമത്തെ നിലയിലാണെന്ന് പറഞ്ഞ താക്കോലി അയാൾ എനിക്ക് തന്നു. 115 നമ്പർ റൂം. അപ്പൊ 1500 രൂപ 6 പേർക്ക് തങ്ങാനുള്ള മുറി എന്ന് പറഞ്ഞപ്പോ ഓക്കെ, നമ്മൾ ഇവിടുത്തെ റേറ്റ് വെച്ചത് ക്യാഷ്വൽ റേറ്റ് ആണ്, ഓക്കെ എന്ന് പറഞ്ഞ് ഞങ്ങൾ കയറി റൂമിലേക്ക് വന്നു കഴിഞ്ഞേ. അതാണ് റൂം. ഈ റൂം തുറക്കുമ്പോൾ 3 കട്ടിൽ മുട്ടിച്ചിട്ട് 3 ബെഡ് ഇട്ടേക്കുന്നു. അതാണ് ഈ പറഞ്ഞ 6 പേർക്ക് കിടക്കാനുള്ള കട്ടിൽ. ഓക്കെ, വി ആർ ഹാപ്പി. ആവശ്യത്തിനുള്ള സൗകര്യം ഉണ്ടായിരുന്നു.
പിന്നെ റൂമിൽ ഒരു ടി വി ഉണ്ടായിരുന്നു. ആ ടിവിക്ക് റിമോട്ട് ഇല്ല. പകരം 24 മണിക്കൂർ ഒരു താടിക്കാരൻ യോഗി തെണ്ടിയുടെ മൊത്തം സംസാരം, പഴനിമലനെ പറ്റി, മറ്റേനെ പറ്റി, മറിച്ചതിനെ പറ്റി, അത് മാത്രം. അതുകൊണ്ട് ആ ടി വി ഞങ്ങൾ ഓണാക്കിയേയില്ല. ബാത്റൂം കുഴപ്പമില്ല, വൃത്തിഹീനമല്ല, ആവശ്യത്തിന് നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങി. അപ്പൊ കുതിരയുടെ നിപ്പ് ശരിയല്ല എന്നിട്ട് ഞാനൊരു ഇത്തിരി നീങ്ങിയാണ് നടന്ന. പറയാൻ പറ്റൂല, മറ്റേ ടോമാഞ്ചറിയിലൊക്കെ ചവിട്ടണു തണ്ടിക്കിട്ടൊരു ചവിട്ട് കിട്ടി ആള് തീർന്നു പോയി. അങ്ങനെയാണ് പഴനിമലയുടെ ടോപ്പ് ഞാൻ ഈ സൂം ചെയ്ത് നിങ്ങൾക്ക് കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞ എന്റെ മനസ്സിലുള്ള ഒരു പഴനി ഇതായിരുന്നില്ല. ചമ്മിപ്പോയി, അയ്യേ ചമ്മിപ്പോയേ. അങ്ങനെ നമ്മൾ പുറത്തോട്ടിറങ്ങിയപ്പോ തന്നെ നമ്മൾ നല്ലൊരു റെസ്റ്റോറന്റ് കണ്ടെത്തി. നല്ല അടിപൊളി വെജിറ്റേറിയൻ റെസ്റ്റോറന്റ്. ആകെ ഒരൊറ്റ പ്രശ്നമുള്ളൂ, കഴിച്ചു കഴിഞ്ഞാൽ കിഡ്നി ഊരി അവിടെ വെക്കേണ്ടി വരും, നല്ല റേറ്റ്. പിന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അത് ഇവിടെ മാത്രമല്ല, ഈ ഭാഗത്തുള്ള കംപ്ലീറ്റ് റെസ്റ്റോറന്റിനും ഒടുക്കത്തെ പൈസയാണ് ഫുഡിന്. അങ്ങനെ ജോജി 3 പൂരി ഓർഡർ ചെയ്ത്, ഞാനൊരു മസാല ദോശയും ഓർഡർ ചെയ്തു. അമ്മക്കും അമ്മൂസിനും ഉണ്ണിക്കും 3 പൂരി വെച്ച് ഗർഭ, അച്ഛനും കഴിച്ച്. അങ്ങനെ അവിടെ ഇരിക്കുകയാണ് ഞങ്ങൾ. കണ്ട, ഇതാണ് അവിടുത്തെ ഫുഡ്. വാഴലയിൽ വെച്ചിട്ട് തന്നെ നല്ല സെർവിങ് ആയിരുന്നു. ചമ്മന്തിയൊക്കെ ഒരു രക്ഷയില്ല, ഒടുക്കത്തെ ടേസ്റ്റ്. വെള്ള ചമ്മന്തി, തക്കാളി ചമ്മന്തി അടിപൊളിയായിരുന്നു. തിരിച്ച് അവിടിച്ച് വന്നപ്പോഴാണ് സിംബോടെന്ന് വിളിക്കുന്നു, ഡേ തമ്പി ഇങ്ക വാടാ, വന്നൊരു കുതിര റൈറ്റ് പോലാമാ, അങ്ങനെ എല്ലാം പറഞ്ഞോണ്ടിരിക്കുന്നു. ഞാനപ്പോ പുള്ളിയെടുത്ത് വെച്ച്, ഇതില് യാറ് കുതിര രാജാപ്പാട്ട് ലിംഗേശന മാറി ഇരിക്കേ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് കളിയാക്കിക്കൊണ്ടിരിക്കുന്നു. അതൊന്നും പുള്ളിക്കൊരു പ്രശ്നം വരുന്നില്ല. ജോജി ഒന്ന് പീലിനെ നേരെ കുതിരയുടെ പുറത്തോട്ട് അങ്ങോട്ട് കയറ്റിയിരുത്തി. അപ്പൊ അവിടെ നിന്നിരുന്ന അമ്മാമ്മ കൊച്ചിനൊരു വട കൊടുത്ത്, അതിൽ നിന്ന് അവൻ പകുതി അമ്മാമ്മക്കും കൊടുത്ത്, ബാക്കി അവനും തിന്ന്. അങ്ങനെ സന്തോഷമായിട്ട് കൈയൊക്കെ കൊട്ടിച്ചിരിച്ചിരിക്കണ പീലിനെ നിങ്ങൾക്ക് ഇതിൽ കാണാം. ആള് കുതിരപ്പുറത്തിരുന്ന് ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ഇറങ്ങണുണ്ടായില്ല, ഒരു കണക്കിനാണ് വലിച്ചിറക്കിയത്. അപ്പോഴാണ് ആ അമ്മൂമ്മ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ, മോനൊക്കെ എവിടെയാണ് റൂം എടുത്തത്, ഇന്ന സ്ഥലത്താണെന്ന് പറഞ്ഞപ്പോ മോനൊക്കെ പറ്റിക്കപ്പെട്ട് ഇവിടെ 800 രൂപ കേസുള്ള റൂം ഇട്ടു വന്നു. ഞങ്ങളാരായി ഊഞ്ചസ്യ. അത് കഴിഞ്ഞ് കുളിച്ച് റെഡിയായി ഞങ്ങൾ നേരെ കൊച്ചിന് മുട്ടടിക്കാനുള്ള പരിപാടി ആരംഭിച്ചു. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ചീട്ട് കാര്യങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് നടന്നു വന്ന് നമ്മുടെ ചീട്ട് എടുക്കുന്ന സ്ഥലത്ത് വന്നു. അപ്പൊ അതിനു മുമ്പായിട്ട് മറ്റേ ചെരുപ്പ് കാര്യങ്ങളെല്ലാം ഊരി സൂക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മ ഇവിടെ ഫ്രീ ഫുഡ് വെയർ കീപ്പിംഗ് പ്ലേസിൽ നമ്മൾ ചെരുപ്പൊക്കെ വെച്ച് അങ്ങനെ ഒരു തടിയെ കണ്ട് അവിടെ ഒന്നും പുള്ളിയുടെ എടുക്കുന്നു. ചീട്ട് എഴുതി തല മുട്ടയടിക്കണമെങ്കിൽ നമുക്കിവിടെ ഒരു കൂപ്പൺ എടുക്കണം. അങ്ങനെ ആ കൂപ്പൺ എടുത്തു കഴിഞ്ഞിട്ട് കൊച്ചിനെയും കൊണ്ട് തല മുട്ടയടിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി. കണ്ട, മുടി കാണിക്ക കൊടുക്കുന്ന സ്ഥലം. അങ്ങനെ അതിന്റെ അകത്ത് കയറി വന്ന് പീലിനെ അവിടെ അങ്ങോട്ട് ഇരുത്തേണ്. അപ്പൊ തല മുട്ടടിക്കാനായിട്ട് അവൻ ഇരിക്കണില്ല. അങ്ങനെ ലാസ്റ്റ് കൊച്ചിനെ അവിടെ പിടിച്ചിരുത്തി ഒരു കണക്കിനെ അവിടെ ഇരുത്തിയേക്കാണ്. പിടിച്ചിരുത്തി അയാൾ പതുക്കെ വന്ന് തലയൊക്കെ ഒന്ന് വെള്ളം തൊട്ട് തഴകി പതുക്കെ ഒരു ബ്ലേഡ് എടുത്തിട്ടൊന്നു തല വടിക്കാൻ ആരംഭിച്ചു. കൊച്ചിന്റെ കരച്ചിൽ നിർത്താനിട്ട് അമ്മൂസാണെങ്കിൽ അപ്പൊ തന്നെ ഫോണില് യൂട്യൂബില് മറ്റേ പാട്ടിടുന്നു, മറ്റേ മഞ്ചാടിയിലെ ഏതോ കാർട്ടൂൺ പരിപാടിയിലെ മറ്റേ നമ്മുടെ കുറുക്കൻ അക്കരെ നിന്ന് ചൊറിഞ്ഞു ആ പാട്ടില്ലേ, ആ പാട്ട് ഇട്ടുന്നു കൊച്ചിനെ കാണിക്കും. അപ്പൊ ആ പാട്ടും കണ്ടുകൊണ്ടിരിക്കും. ഈ പുള്ളിക്കാരൻ നൈസായിട്ട് അങ്ങോട്ട് തല വടിച്ചുകൊണ്ടിരിക്കും. ഇത് തന്നെയായിരുന്നു. അപ്പൊ കോമഡി എന്താണെന്ന് വെച്ചാൽ കൊച്ചിന്റെ തല മുട്ടടിക്കുന്ന സമയത്ത് സിംബു ആരും അറിയാണ്ട് സിംബുവിന്റെ തല മുട്ടടിക്കാനുള്ള ചീട്ടും കൂടി എടുത്തിട്ട് കൊച്ചിനെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഡാഡിയും പോയി മുട്ടടിക്കാൻ അവിടെ ഇരുന്നു. ഞങ്ങാരും കണ്ടിട്ടില്ലെന്നായിരുന്നു പുള്ളിയുടെ വിചാരം. പക്ഷെ ഞങ്ങ കണ്ട്, നമ്മ മൈൻഡ് കൊടുക്കാനിട്ടല്ലേ. അങ്ങനെ കുറച്ച് ടൈം എടുത്ത് കൊച്ചു കരഞ്ഞ് അവശതയായി തലയൊക്കെ മുട്ടടിച്ചെങ്കിലും നമ്മുടെ കമലാസനൻ പണ്ട് പറഞ്ഞുകൊണ്ട് ഉയര് കൊടുത്തത് കടവുള്ളിക്ക് മൈരാടാ കൊടുക്കരുത്. ആ ചോദ്യം ഞാനിവിടെ എല്ലാവരുടെ അടുത്തും ചോദിച്ചു. പക്ഷെ നമുക്കിവിടെ മുടിയാണ് കാണിക്കുകയെന്നും പറഞ്ഞു അവരതിന് ആശ്വാസം കണ്ടെത്തി. അങ്ങനെ ഒരു നീണ്ട നേരത്തെ ഭാഗീരഥ പ്രയത്നത്തിനൊടുവിൽ പീലി കരച്ചില് നിർത്തി. അവൻ ആ ഫോണിലേക്ക് മുഴുകിയിരുന്ന സമയം നോക്കി പുള്ളി നൈസായിട്ട് അങ്ങോട്ട് തല ഷേവ് ചെയ്ത് വിട്ടു. കണ്ട, അവൻ മറ്റേതോ അത്ഭുതം കണ്ടുവിട്ട് അവിടെ ഫോണിൽ നോക്കിയിരിക്കുകയാണ്. ആ സമയം കൊണ്ട് പുള്ളി കംപ്ലീറ്റ് പരിപാടി അങ്ങോട്ട് തീർത്തു. അതൊരു കണക്കിന് നന്നായി. കാരണം അവന്റെ കരച്ചിൽ നിർത്തണ്ടായിരുന്നില്ല, അലമുറിയിട്ട് കരയായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഈ സംഭവത്തിന്റെ പരിപാടികൾ കംപ്ലീറ്റ് തീർത്തിട്ട് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങാൻ നിൽക്കുന്ന ടൈമിലാണ് ഡാഡി നൈസായിട്ട് വന്നിട്ട് ഞാനും തല മുട്ടടിച്ചടേ
പറഞ്ഞ് കാണിക്കണം. നമ്മ അപ്പൊ തന്നെ അയ്യോ ദേ അച്ഛൻ തല മൊട്ടയടിച്ചു പറഞ്ഞങ്ങാണ്ട് ഒരത്ഭുതം വാരി കയറി. പുള്ളിക്ക് ഇനി വിഷമം ഉണ്ടല്ലാന്ന് കാണാ ശ്രദ്ധിച്ചു നോക്കി. ഓ കണ്ടിട്ട് പേടിയായിട്ട് പാടില്ല. 2 മുട്ടകളെയും ഒരുമിച്ച് കിട്ടിയതുകൊണ്ട് തന്നെ ഞാൻ എന്റെ സെൽഫി സ്റ്റിക്ക് ഓണാക്കാൻ വീണ്ടും നിർബന്ധിതനായി. അങ്ങനെ അവരെ വെച്ചൊരു സെൽഫി വീഡിയോയും എടുത്തു. പിന്നെ പീലിക്ക് പാലഭിഷേകം ചെയ്യാനായിട്ട് അച്ഛനും പീലിയും കൂടി പാല് വാങ്ങിക്കാൻ പോയി. പുറകെ ഞങ്ങളും പോയി. പിന്നെ ഇതിന്റെ അകത്തേക്ക് ഫോൺ കയറ്റാൻ പാടില്ല, ബാഗ് കയറ്റാൻ പാടില്ല എന്നൊക്കെ അവര് പറഞ്ഞു. ബാഗ് കയറ്റാൻ കുഴപ്പമില്ല, ഫോൺ കയറ്റാൻ പാടില്ലെന്ന് അവര് പറഞ്ഞു. അങ്ങനെ എന്റെ ഫോൺ അവിടെ പൂട്ടി വെക്കാൻ ഞാൻ നിർബന്ധിതനായി. കണ്ട മലക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി ഇതാണ്, പഴനിമലക്ക് കയറാനുള്ള വഴി. അവിടെ ചെക്കിങ് കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് മൊബൈൽ കൊണ്ടുപോകാൻ പറ്റിയില്ല. അതിൽ വിഷമിതനായി ഞാൻ എന്റെ ഫോൺ മടക്കി വെച്ചു. മലയുടെ മുകളിലോട്ട് പോയത് ഇതിലും കോമഡിയെന്ന് ചിരിച്ചിരിച്ചിരിച്ച് തൂറിയാനെ. ഫോണില്ലാത്തോണ്ട് ബാക്കി അതൊക്കെ പിന്നെ എപ്പോഴെങ്കിലും പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ പോണ്, പിന്നെ കാണാം. ബൈ.